ചൂടിൽ ഞങ്ങൾ വേർക്കാറില്ല, തണുപ്പത്ത് മരവിക്കാറുമില്ല. അന്നത്തെ കാലത്ത് കത്തും കാസറ്റുമായിരുന്നു ഞങ്ങളുടെ സോഷ്യൽ മീഡിയ. പിന്നെ വെള്ളിയാഴ്ചകളിൽ ക്യൂ നിന്ന് വിളിക്കുന്ന 5 മിനിറ്റ് ട്രങ്ക് കോളും. ഇടക്ക് നാട്ടിലെ സ്റ്റുഡിയോയിൽ നിന്നും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ചേർന്നെടുത്ത് ഇങ്ങോട്ട് അയക്കുന്ന ഫോട്ടോയും, പകരം ഇവിടെ നിന്ന് വല്ലവരുടെയും കാറിന്റെ മുന്നിൽ നിന്നും കൂട്ടുകാരുടെ റൂമിൽ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെയായി അങ്ങോട്ട് അയക്കുന്ന ഫോട്ടോയൊക്കെ തന്നിട്ടുള്ള സന്തോഷവും അനുഭൂതിയും ഒന്നും ഇന്നത്തെ ഒരു വാട്സപ്പ് സ്മൈലിക്കും തരാൻ കഴിഞ്ഞിട്ടില്ല. അന്നൊക്കെ അവധിക്ക് നാട്ടിൽ പോകുന്നതിന് 3-4 മാസം മുന്നേ തുടങ്ങും പെട്ടിയൊരുക്കല്. ഒരു വീടിനെ അല്ല, ഒരു നാടിനെ മൊത്തം സന്തോഷിപ്പിക്കാനുള്ള ആഴവും വ്യാപ്തിയും ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് കയറി കൊണ്ട് കെട്ടിമുറുക്കിയ ആ കാർബോർഡ് പെട്ടിക്ക്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തോംസന്റെ മ്യൂസിക് സിസ്റ്റം, ടെലിവിഷൻ, VCR, കള്ളിമുണ്ട്, ബ്ലാങ്കറ്റ്, ടോർച്ച് ലൈറ്റ്, നിഡോ, ടൈഗർ ബാം, പാനസോണിക് തേപ്പ് പെട്ടി, അങ്ങനെ കുടുംബക്കാരുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ആ പെട്ടിയിൽ ഫ്രമും ടു എഴുതുമ്പോ ഉള്ളിലൊരു പടപ്പുണ്ട്. അത് പ്രവാസിക്കേ അറിയൂ. നാട്ടിലെ എയർപോർട്ടില് 2 അംബാസഡർ കാറുകളിലായി വരുന്ന അമ്മയും സഹോദരങ്ങളും ഭാര്യയും കൂട്ടുകാരുമൊക്കെ പറയുമ്പോഴാണ് എന്റെ മുടി കൊഴിഞ്ഞതും വയറ് ചാടിയതും ഞാൻ അറിയുന്നത്. നമുക്കിതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം? അത്തറും സെന്റും പൂശി നാട്ടുകാരോട് കുശലം പറയാൻ ഇറങ്ങുന്ന പ്രവാസിക്ക് അന്നും ഇന്നും ഒരേ മണമാ. അവരോട് സംസാരിക്കുമ്പോ ചിലപ്പോ ഐവ, അൽഹംദുലില്ലാ, കൈഫാലക്ക്, മാഫി മുഷ്കിൽ ഇതൊക്കെ അറിയാതെ വന്നുപോകും. കേൾക്കുന്ന നാട്ടുകാര് ഓ ഇവനൊക്കെ വലിയ ഗൾഫുകാരൻ എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ ഞങ്ങൾക്കത് ജീവിതത്തിന്റെ ഭാഗമാണ്.